ജൂലൈ മാസം 16-ാം തീയതി ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി ദൈവകൃപയാൽ വിൻസെൻ്റ് തോമസ്. നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായിട്ട് കൃപയ്ക്കായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. 1 പത്രോസ് 2-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങളവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം വരമേൽപ്പിക്കത്ര ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ദൈവവചനം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഉടയവനായ, അതിൻ്റെ രചയിതാവായ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ ദൈവവചനം നമുക്ക് മനസ്സിലാക്കാൻ അത് സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഇന്നത്തെ വേദപഠനം നമുക്ക് ആരംഭിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് നന്ദി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കാരണം അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതിൻ്റെ പുത്രനെ അയച്ച് അവൻ്റെ കാൽവരി മരണത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ അവൻ ചുമന്ന് കാൽവരി കുരിശിൽ കയറി പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഇന്ന് അവൻ്റെ മാതൃക പിന്തുടരുവാൻ തക്കവണ്ണം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ്, വേർതിരിച്ചിരിക്കുകയാണ്. അതിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ ഇത് വചനത്തിൽ നിന്നും ആത്മീയ ജീവിതത്തെക്കുറിച്ചും ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും ക്രിസ്തീയ ജീവിതത്തെല്ലാം കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. അത് ഹൃദയസ്ഥമാക്കുവാൻ, അത് വിശ്വസിക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ആത്മീയ ജീവിതത്തിൽ കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. കടമകളും ഉത്തരവാദിത്തങ്ങളുമായിട്ട് അതിനൊരു അല്പം വേർതിരിവ് പറയാൻ കാരണം യവന ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുതിയ നിയമത്തിൽ കൽപ്പനാ രൂപത്തിൽ നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൽപ്പനയാണത്, അത് നമ്മൾ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ സാധാരണ ജീവിതത്തിൽ നാം പാലിക്കേണ്ട പല കാര്യങ്ങളും നിരവധി കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിലുണ്ട്. അവയെല്ലാം തന്നെ കൽപ്പനാ രൂപത്തിലല്ല, അത് വേറെ ഗ്രമാറ്റിക്കൽ രീതിയിലാണ്. അതിന് നമ്മൾ ഇൻഫിനിറ്റീവ് എന്നൊക്കെ പറയും. ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തിയുമുണ്ട്, അത് തുടരേണ്ടതും ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആണ് ഈ വേർതിരിവ് നാം അതിനെക്കുറിച്ച് അപ്രകാരം പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കടമകളുണ്ട്, കൽപ്പനകൾ പാലിക്കേണ്ട കടമകളുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ട്. അതിൽ ഇന്ന് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യ ജീവിതം നമ്മൾ ശ്രദ്ധിച്ചാൽ അവൻ്റെ ജീവിതം, അതിൻ്റെ കേന്ദ്ര ബിന്ദു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവത്തിലെ നിത്യതയിൽ തുടങ്ങുക ചരിത്രം. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തോടുകൂടി ആരംഭിക്കുകയും അതിൻ്റെ ഭാഗവാക്കുകളാകാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിളിക്കുമ്പോഴാണ് നമ്മുടെ രണ്ടാം പകുതി തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതിയിൽ വിളിക്കുമെന്നുള്ളൊരാശയമല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ ബലിയിൽ അതിൻ്റെ ഗുണഭോക്താക്കളൊക്കെ നമ്മൾ ദൈവം വിളിക്കുന്നതോടുകൂടിയാണ്. അപ്പോൾ ആ വിളിയോടുള്ള ബന്ധത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിന് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, അതിന് മുമ്പുള്ള ജീവിതം, അവിടെ തൻ്റെ പരിശുദ്ധാത്മാവും പുത്രനും പരിശുദ്ധാത്മാവും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും നിത്യമായിട്ട് അതുവരെ നമുക്ക് പ്രവർത്തിച്ച് അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വിളിക്കുകയാണ്. ആ വിളി കേട്ട് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് പകുതിയായിട്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വിളിക്കുന്നുവെങ്കിൽ നമുക്ക് ആയുസ് കൂട്ടി തരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് രണ്ട് പകുതി എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവിളി എന്നുള്ളതാണ്. കർത്താവ് യേശു ക്രിസ്തുവിലേക്ക്, അവൻ്റെ കൂട്ടായ്മയിലേക്ക്, അവനോടുള്ള ബന്ധത്തിലേക്ക് പിതാവ് നമ്മളെ വിളിക്കുകയാണ്. അതോടുകൂടിയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നിത്യതയിൽ നമ്മൾ വിളിക്കുന്ന ആ സമയം വരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം അത് വളരെ ഗാംഭീര്യമുള്ളതാണ്. അതിൽ നിന്ന് ഉണ്ടാകാവുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവവും ഒരു വികാരവുമാണ് നമുക്ക് കൃതജ്ഞത എന്നുള്ളത്, ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. പാപിയെ എനിക്ക് വേണ്ടി ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തുവല്ലോ. എന്നാൽ തുടർന്നുള്ള ജീവിതമാണ് ആത്മീയ ജീവിതം. അത് കൃതജ്ഞതയോട് കൂടിയാണ്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള, ദൈവം വിചാരിക്കുന്ന രീതിയിലുള്ള വളർച്ചയും അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളും പ്രാപിച്ചുള്ള ഒരു ജീവിതമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു രണ്ടാം പകുതിയിലേക്കാണ് നാം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നാം പഠിച്ചു വരുന്നത്. എന്നെ കേൾക്കുന്നവർ ഈ ഒരു തീരുമാനം വിശ്വാസത്തിൽ എടുത്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തി ചരിത്രത്തിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ തക്കോണം നിങ്ങളുടെ പുത്രനിൽ ചെയ്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ട്. നിങ്ങളത് വിശ്വസിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ചാണ് നാം ആത്മീയ ജീവിതമെന്നും ക്രൈസ്തവ ജീവിതമെന്നും ക്രിസ്തീയ ജീവിതമെന്നെല്ലാം പറഞ്ഞ് നാം പഠിച്ച് വരുന്നത്. അതിൽ ഒരു കടമ ആദ്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രസൻറ്റ് ഇമ്പരേറ്റീവ്, ഒരു കൽപ്പനാരൂപത്തിൽ, അത് പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് വർത്തമാനകാലത്ത് നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ ആ വാക്ക് നമ്മൾ ഓർത്തുകൊള്ളുവിൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതത്തിൽ രണ്ടായിട്ട് നാം ഭാഗിക്കുകയാണ് എങ്കിൽ, ആദ്യ പകുതിയിൽ നമ്മൾ വിളിക്കുന്ന ആ സമയം വരെ നമ്മൾ ആരായിരുന്നു, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ആരായിരുന്നു, എന്തായിരുന്നു, നമ്മൾ ക്രോധത്തിൻ്റെ മക്കളായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു, ക്രിസ്തു ഇല്ലാത്തവരായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വിളി കേട്ടു, നിങ്ങൾ ഇന്ന് ദൈവത്തിനോട് ബന്ധപ്പെട്ടു, ക്രിസ്തുവിലൂടെ ബന്ധപ്പെട്ടു, അതുകൊണ്ട് നിങ്ങളത് ഓർത്തിരിക്കണം. നമ്മുടെ രണ്ടാം പകുതിയിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട, അത് കടമയായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്, ഒരു കൽപ്പനയായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മളത് ഓർത്തു കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര അഗാധമായ കൂപത്തിൽ നിന്നാണ്, നമ്മൾ മരിച്ച അവസ്ഥയിലായിരുന്നവർ അതിൽ നിന്നാണ് നമുക്ക് ജീവനെ നൽകിയത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓർത്തു കൊള്ളുവിൻ. അപ്പോൾ ആ ഓർക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തോടുള്ള ഒരു കടപ്പാട്, അത് നമ്മുടെ കൃതജ്ഞതയായിരിക്കും, ഗ്രാറ്റിറ്റ്യൂഡാണ് എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ ഒന്നാമത്തായിട്ടൊരു കൽപ്പന രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന ഓർത്തു കൊള്ളുവിൻ എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. രണ്ടാമതായിട്ട് ഞാൻ ഇന്ന് കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. ഇതൊരു ഉത്തരവാദിത്തമാണത്. ദൈനംദിന ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ച് അവൻ നമ്മളിൽ വസിച്ച് നടക്കുന്ന ആ ജീവിതം, അതിനെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ് എഫേസ്യ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വാക്യങ്ങൾ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമാക്കി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരെ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുവിൻ. അത് ഞാൻ ഉദ്ദേശിച്ച വേദവാക്യം ആണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് നമ്മൾ വിളിച്ചവൻ്റെ
വിളിച്ചതിൻ്റെ വിളിക്ക് ഒത്തവണ്ണം നമ്മൾ ഒന്ന് നോക്കിക്കോട്ടെ. അത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണത്. പെത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് ഞാൻ വായിച്ചത്, അതാണ് തെറ്റിപ്പോയത് എനിക്ക്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് തെറ്റിപ്പോയി, ഞാൻ എൻ്റെ നോട്ട്സ് എഴുതിയിൽ തെറ്റിയതാണത്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകും വണ്ണം. അതാണ് 1-ാമത്തെ വാക്യം. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഉത്തരവാദിത്തം, ക്രൈസ്തവൻ എന്ന നിലയിൽ ഉള്ള ഉത്തരവാദിത്തം, വിളിച്ചവൻ്റെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നാം ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം കിടക്കുന്നത്, നമ്മൾ എന്തിനായി വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആരംഭം അത് ഈ വിളിയോടുകൂടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, പരിശുദ്ധാത്മ നിങ്ങളെയും എന്നെയും അത് ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ, ആ വിളി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആ വിളി സ്വീകരിച്ചവരാണ്. കർത്താവിൻ്റെ ശബ്ദം കേൾക്കാതെ, ദൈവവചനത്തിനും ശബ്ദം കേൾക്കാതെ, അവൻ്റെ കാൽവരി ക്രൂശിലെ മരണവും പുനരുദ്ധാനവും തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷവും കേൾക്കാതെ, അതാണ് വിളി. ആ വിളി കേട്ട് നമ്മൾ ആരംഭിക്കുന്ന ഈ ജീവിതം. അപ്പോൾ ആ വിളി വളരെ പ്രധാനപ്പെട്ട. എന്തിനു വേണ്ടിയാണ് നമ്മൾ വിളിക്കുന്നത്? തീർച്ചയായിട്ടും ആത്മരക്ഷയ്ക്കാണ്, നിത്യജീവൻ നൽകുവാനാണ്, സമാധാനം നൽകുവാൻ, ഒരുപാട് കാര്യങ്ങൾ വേദവസ്ഥയിലുണ്ട്. അതുകൊണ്ട് വിളി വളരെ പ്രധാനപ്പെട്ടത്. കാരണം എന്തിനായി നമ്മൾ വിളിച്ചു എന്നുള്ളതിനെക്കുറിച്ച് 1-2 വാക്യങ്ങളിൽ നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കും. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വിളിച്ചു. എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? നമ്മുടെ തൻ്റെ പുത്രനും, അത് പിതാവാണ് വിളിക്കുന്നത്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ, കൊരിന്ത്യയിലെ വിശ്വാസികളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് വിളി വളരെ പ്രധാനപ്പെട്ടതാണ്. കോളിംഗ്, അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്. കോളിംഗ്, ഇലക്ഷൻ. ദൈവം എബ്രാഹിമിനെ വിളിച്ചു, അവൻ വിളി കേട്ടു, അത് വിശ്വസിച്ചു. നാം അപ്രകാരം തന്നെ വേദപുസ്തകത്തിലെ രക്ഷാവിജ്ഞാനീയം, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഈ വിളി വരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകല കാര്യങ്ങൾ പഠിച്ചിട്ടല്ല, അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ വിളി കേൾക്കുമ്പോൾ അത് നമ്മുടെ പരിശുദ്ധാത്മ നമുക്ക് തന്നെ ബോധ്യം നൽകുന്നു, നാം അത് വിശ്വസിക്കുന്നു. അത് ചിലപ്പോൾ ആ രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയെപ്പോലെ ദീർഘനാളുകൾ അസുഖം നടന്നു, അവൻ്റെ തൊങ്കലിൽ തൊട്ടു, അവൾ സൗഖ്യമായി. അതുപോലെ ദൈവിക സത്യങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമുക്ക് ഏത് നുറുങ്ങാണോ നമുക്ക് നൽകുന്നത് അത് പിടിച്ച് അത് വിശ്വസിച്ചാൽ മാത്രം മതി, നമ്മുടെ ആത്മീയ ജീവിതം തുടങ്ങുകയാണ്. അത് അതുകൊണ്ടാണ് ദിവസം പറയുന്നത്, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബം രക്ഷപ്പെടാവുകയും. അപ്പോൾ വളരെ ലളിതമായൊരു കാര്യമാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ ദൈവം തൻ്റെ പദ്ധതിയിൽ ചെയ്ത അത്ഭുതകര കാര്യങ്ങൾ അത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളെ ആദ്യമായിട്ട് ദൈവം വിളിക്കുന്നത് പാപക്ഷമയ്ക്ക് മാത്രമല്ല, നമുക്ക് നമ്മളെ നീതീകരിക്കാനും വേണ്ടി മാത്രമല്ല, നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമല്ല, താനുമായിട്ട് തൻ്റെ പുത്രനുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക്. കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിന് കൂട്ടായ്മ എന്നും സഹവാസമെന്നും പങ്കാളിത്തമെന്നും അതിന് നമ്മുടെ സഹായമെന്നൊക്കെ അതിന് സന്ദർഭം അനുസരിച്ച് അതിന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ഫെലോഷിപ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ പുത്രനും എന്ന് പറഞ്ഞാൽ
പിതാവിൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക്, അതിനൊരു വേറെ പരിഭാഷ സഹവാസത്തിലേക്കെന്നും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. അതുകൊണ്ട് കൂട്ടായ്മ ജീവിതത്തിൽ ആവശ്യമാണ്. കൂട്ടായ്മയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. യേശു ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ, അടുത്ത ബന്ധം, അതിനു വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റത്. കാര്യമാണ് നമ്മൾ വിളിയിൽ ദൈവം ഓർപ്പിക്കുന്നത്. നിനക്ക് പകരക്കാരനായിട്ട് ഒരാൾ മരിച്ചു, അതുകൊണ്ട് അവനിൽ വിശ്വസിച്ചാൽ ഞാനുമായിട്ട്, ദൈവമായിട്ട്, പിതാവായിട്ട്, പുത്രനായിട്ട്, പരിശുദ്ധാത്മാവായിട്ട് നമുക്ക് ബന്ധം. ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ട ജീവിതമായിരുന്നു ഈ വിളി കേൾക്കുന്നതിന് മുമ്പുള്ള ജീവിതം. അതാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിഗണിക്കുകയുണ്ടായി. നിങ്ങൾ മരിച്ചവരായിരുന്നു, യാതൊരു വിധത്തിലും ദൈവമില്ലാത്തവർ, ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ്റെ അടിമത്തത്തിൽ ജീവിച്ചവർ, അങ്ങനെയായിരുന്നു. നമ്മൾ ദൂരസ്ഥരായിരുന്നു, അവരെ നമ്മളെ സമീപസ്ഥരാക്കിയിരിക്കുകയാണ്. ആ കൂട്ടായ്മയിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുകയാണ്. അതാണ് 1 കൊരിന്ത്യർ 1-ാം നിന്ന് നമുക്ക് വിളിച്ചിരിക്കുന്നത്. നമ്മൾ വിളിച്ചത് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക്. തീർച്ചയായിട്ടും നമുക്കറിയാം, ദൈവമായിട്ട് നിരപ്പ്, ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ തക്കമുള്ള ആ ബന്ധം സ്ഥാപിക്കാൻ തമ്മിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്തിൻ്റെ ആത്മാവിനെ നൽകി നമ്മുടെ ജീവിതം തുടങ്ങാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതാണ് ഈ വിളിയുടെ പ്രത്യേകത. അത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് അപ്പസ്തോല പ്രവർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം നമുക്കറിയാം. പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, പുനരുദ്ധാനം ചെയ്തു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരുടെ മുമ്പിൽ സ്വർഗാരോഹണം ചെയ്ത്, എന്നിട്ട് അതിന് മുമ്പ് പറഞ്ഞു, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ അയക്കും. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വന്നു. അന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ, പരിശുദ്ധാത്മാവ് സ്നാനത്താൽ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട, ദൈവവുമായിട്ട് ബന്ധപ്പെട്ട, നിരപ്പ് പ്രാപിച്ച അപ്പസ്തലൻ പറയുകയാണ്, അവർ വിശ്വസിച്ചവർ അവർ കൂട്ടായ്മ ആചരിച്ചു എന്നുള്ളതാണ്. കൂട്ടായ്മ ആചരിച്ചു. അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചു. ആ കൂട്ടായ്മ എങ്ങനെയാണ് ആചരിച്ചത്? അപ്പം നുറുക്കിയും പ്രാർത്ഥിച്ചും. അതിന് കൂട്ടായ്മയുടെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് അപ്പം നുറുക്കുക എന്നുള്ളത്, രണ്ടാമത്തേത് ആണ് പ്രാർത്ഥന എന്നുള്ളത്. ഇന്ന് നമുക്ക് ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കുവാനാണ്, ഒരു മധ്യസ്ഥനും കൂടാതെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ഉള്ളതുകൊണ്ട്, അവനോടുള്ള ബന്ധം ഉള്ളതുകൊണ്ട്, പാപക്ഷമ ലഭിച്ചതുകൊണ്ട് നമുക്ക് ഇന്ന് ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം, വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം, ദാമ്പത്യ ജീവിതത്തിലുള്ള ജീവിതം, പ്രാർത്ഥനാ ജീവിതം, സഭാ നിലയിലുള്ള നമ്മൾ കൂടി വരുമ്പോഴുള്ള പ്രാർത്ഥനകൾ എല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് അപ്പസ്തോലന്മാരുടെ ഉപദേശം ആവും കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 നമ്മുടെ ബ്ലഡ് സ്ട്രീം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പസ്തോലന്മാരുടെ ഉപദേശം, അതാണ് ക്രിസ്തീയ ഉപദേശം. അപ്പസ്തോലന്റെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു. ഈ കൂട്ടായ്മയിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിച്ചത്. 1 അപ്പം നുറുക്കുക, 2 പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വളരെ അഗാധമായ ദൈവസ്നേഹത്തിൻ്റെ വലിയ ഒരു അംഗീകാരവും അതിൻ്റെ ഒരു പ്രിവിലേജുമാണ്. നമുക്ക് ഈ സർവശക്തനായ ദൈവത്തിൽ, സൃഷ്ടാവായ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാം എന്നുള്ളത്. ഈ 2 കാര്യങ്ങളാണ് അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ. അപ്പോൾ നമ്മളെ വിളിച്ചത് ദൈവമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്, ക്രിസ്തുവായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. ആ കൂട്ടായ്മയിൽ ഒന്ന് അവൻ്റെ മരണത്തെ ഓർക്കുക, അവന് കാൽവരിയിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി ബലിയായിത്തീരുന്നത്. അതാണ് അപ്പം നുറുക്കുകയും നമ്മൾ അതിൻ്റെ വീഞ്ഞ് നമ്മൾ കുടിക്കുകയും ചെയ്യുന്നത്. അത് നമ്മൾ ഓർപ്പിക്കുന്നത് നമുക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രൻ ചെയ്ത കാര്യങ്ങളെ ഓർക്കുകയാണ്. അത് ദൈനംദിനം പ്രാർത്ഥനയിൽ എല്ലാ കാര്യവും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു ആത്മീയ ജീവിതത്തിന് ആവശ്യമാണ്. എപ്പോഴും അത് കർത്താവായ യേശു ക്രിസ്തു മൂലം നമ്മൾ ദൈവത്തോട് അടുക്കുക എന്നുള്ളത്, പ്രാർത്ഥിക്കുക എന്നുള്ളത്, ആ സമയത്തെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി. അതാണ് നമ്മൾ വായിച്ചത്. അവൻ എന്ത് ചെയ്തു?
കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവൻ നമുക്ക് വേണ്ടി മൗനമായിട്ട് സഹിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. മൂന്നാമതായിട്ട് ഈ നമ്മളെ വിളിച്ച കാര്യത്തിൻ്റെ വേറെ ഒരു ഉദ്ദേശം, അത് റോമൻ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നിന്നാണ്. റോമൻ ലേഖനം 15-26-ാം വാക്യത്തിൽ അതിനും ഫെലോഷിപ്പ് എന്നാണ് അവിടെ വാക്കുപയോഗിച്ചിരിക്കുന്നതെങ്കിൽ സന്ദർഭമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ധനസഹായം, ധർമ്മോപകാരം, സംഭാവന, ധനസഹായം എന്നെല്ലാം അതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതും ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ സഹോദരന്മാർ, സഭയുടെ ആവശ്യങ്ങൾ, ശുശ്രൂഷകന്മാരുടെ ആവശ്യങ്ങൾ നമുക്കറിയാമല്ലോ. പാസ്റ്റർ, ഇടയന്മാർ, മൂപ്പന്മാർ, സുവിശേഷകന്മാർ, ഇതിലെല്ലാം ദൈവം നമുക്ക് സഭയ്ക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷകന്മാരാണ്. അവർ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ പ്രവർത്തിക്കുമ്പോൾ സഭ അവരെ സഹായിക്കുക, വ്യക്തികളെ സഹായിക്കുക, ധനശേഖരം, ധർമ്മോപകാരം, സംഭാവന എന്നുള്ളതെല്ലാം കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. ഞാൻ ഓർപ്പിക്കാൻ കാരണം, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് ദീർഘമായി പഠിക്കാനുള്ള വിഷയമുണ്ട്. നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അതിന് സാമ്പത്തിക വിഷയമുണ്ട്, നമ്മുടെ ബിസിനസ്സുണ്ട്, നമ്മുടെ വ്യവഹാരങ്ങൾ, നമ്മുടെ എല്ലാ തലത്തിലും, നമ്മുടെ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, രാഷ്ട്രീയ ജീവിതം, എല്ലാത്തെയും സംബന്ധിച്ച് ദൈവവചനം നമുക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. നാലാമതായിട്ട് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂട്ടായ്മ. നമ്മൾ നേരത്തെ ഓർപ്പിച്ചതുപോലെ കൂട്ടായ്മയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അപ്പം നുറുക്കുകയും അവൻ്റെ വീഞ്ഞ് കുടിക്കുകയും, അവൻ്റെ രക്തത്തെ ഓർപ്പിക്കുന്ന, മരണത്തെ ഓർപ്പിക്കുന്ന ആ വീഞ്ഞ് കുടിക്കുകയും എന്നുള്ളത്. അത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നിന്നാണ് ഞാൻ കണ്ടെത്തിയത്. കർത്താവിൻ്റെ മേശ, തിരുവത്താഴ്, 2 വസ്തുക്കളുണ്ട്. ഇന്ന് പല സഭകളിലും അത് 2ആയിട്ട് കാണുകയും അത് 2 ഉപയോഗിക്കുകയും ചെയ്യാറില്ല. പലരും ഈ അപ്പം മാത്രം നുറുക്കി കൊടുക്കും. അത് ശരിയല്ല. അത് അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചു. അപ്പം നുറുക്കുക മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തവുമായിട്ടുള്ള കൂട്ടായ്മ. അവിടെയാണ് അവൻ്റെ ശരീരത്തിൽ അവൻ ചെയ്ത കാര്യങ്ങൾ, അവൻ മരിച്ചു എന്നുള്ളതും അത് രക്തചിന്തയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന സഭയിലാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. ദൈവവചനത്തിൻ്റെ ദൂഷണം ചെയ്യുന്നൊരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മേശ, തിരുവത്താഴ്, 2 വസ്തുക്കൾ, അപ്പവും വീഞ്ഞും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, മാറ്റമില്ലാത്ത, അവിഭാജിത വസ്തുക്കളാണ് നമ്മുടെ കൂട്ടായ്മയിൽ. അടുത്തതായിട്ട് 5-ാമതായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ചേർച്ച, കൂട്ടായ്മ, കൂട്ടുചേരൽ, പങ്കാളിത്തം, കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്ത് ആയിക്കഴിഞ്ഞാൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ആരായിട്ട് ഇണചേരാം, ആരായിട്ട് കൂട്ടുകെട്ടാകാം, ആരായിട്ട് പങ്കാളികളാകാം എന്നുള്ളത്. പാർട്ണർഷിപ്പ്, പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ്സായിട്ടുള്ള കാര്യങ്ങൾ, കച്ചവടം, ഇതിലെല്ലാം നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ, അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതം, അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെ വാക്യങ്ങൾ. 2 കൊരിന്ത്യർക്ക് 2-ാം ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 14 മുതൽ 18 വരെ വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽ. നിങ്ങൾ അവിശ്വാസികളോട് ശ്രദ്ധിക്കുക, അവിശ്വാസികളോട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ വ്യക്തി, ആ വ്യക്തി ചെയ്ത കാര്യങ്ങൾ എത്രയോ പ്രധാനപ്പെട്ടതാണ്. അതാണ് വിശ്വാസിയെ നിർവചിക്കുന്നത്. അങ്ങനെ ചെയ്യാത്തൊരു വ്യക്തിയാണ് അവിശ്വാസി. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല, പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിനും ഇരുളിനോടും എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബെലിയാമിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്കും അവിശ്വാസിക്കുമായി എന്തോഹരി. അത് തീർച്ചയായിട്ടും ഞാനിത് പറയുന്ന വിഷയമല്ലല്ലോ, ഇത് വേദോത്സവത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. അത് ശരിയായിട്ടുള്ള പരിഭാഷയാണ്. അതുകൊണ്ട് ഇതാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ നിങ്ങളെ, ദൈവിക സത്യങ്ങൾ, നിത്യമായ കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 16-ാം വാക്യത്തിൽ, ദേവാലയത്തിനും വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവരോട് ചെയ്തുവല്ലോ. 17-ാം വാക്യം, അതുകൊണ്ട്
അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ടു. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ടു. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചും കൂടി സങ്കീർണമായി മാറും എന്ന് നമുക്ക് തോന്നാം. സങ്കീർണമായി തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വേർപെടണം. എന്തിനോടൊക്കെ വേർപെടണം? ഒരുപാട് കാര്യങ്ങളോട് വേർപെടാൻ പറഞ്ഞു. അവിശ്വാസിയോട് വേർപെടണം, അധർമ്മത്തിന് നിന്ന് വേർപെടണം, ഇരുളിനോടുള്ള കാര്യങ്ങളോട് നമ്മൾ വേർപെടണം, ബലിയാമിന് എന്ന് പറയുന്ന വിഗ്രഹാരാധനയോട് നമ്മൾ വേർപെടണം, ദേവാലയത്തിൽ വിഗ്രഹങ്ങളുള്ള ഒരുപാട് ദേവാലയങ്ങളുണ്ട്, നമ്മൾ വേർപെടണം എന്ന് തന്നെയാണ് വേദവസം. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ അത് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഒരുപാട് സ്വാതന്ത്ര്യവും പ്രത്യാശയും സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട് എങ്കിലും, അനുഗ്രഹങ്ങളുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് അത് ചെയ്യരുത്, അത് ഇന്ന് വേർപെടണം എന്ന് തന്നെയാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ചെയ്തതുകൊണ്ട് അല്ല നമ്മൾക്ക് ആത്മീയം നമ്മൾ തുടങ്ങിയത്, നമ്മൾ രക്ഷിക്കപ്പെട്ടത്, നമുക്ക് ദൈവമായിട്ട് കൂട്ടായ്മ കിട്ടിയത് അത് കർത്താവായ യേശു ക്രിസ്തുവും ആ വ്യക്തിയുടെ കാൽവരി മരണവും മാത്രമാണ് എന്ന് ഓർത്തിരിക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇത് ആവശ്യമാണ്. ഇന്നുമേ നമ്മൾ സമീപസ്ഥരായിരുന്നില്ല, ദൂരസ്ഥരായിരുന്നു. ഇപ്പോൾ സമീപസ്ഥരായി കൂട്ടായ്മയിലേക്ക് വന്നു. ഇനി അതുകൊണ്ട് നാം ജീവിക്കണം. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഉത്തരവാദിത്തം ചെയ്യണം എന്ന് തന്നെയാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. തുടർന്ന് വിളിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 3-4 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഞാൻ ആഗ്രഹിക്കാം. ഒന്ന്, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഗലാത്യർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണ്. അതിൻ്റെ 5-ാം അധ്യായം. 5-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. ആത്മാവിൻ്റെ ഫലങ്ങളോ, ആത്മാവിനെക്കുറിച്ച്, ജഡത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചൊക്കെ അത് വേർതിരിക്കുന്ന ഒരു വലിയ സങ്കീർണമായ ഒരു തിരുവചനത്തിലെ ഒരു ചാപ്റ്ററാണത്. അതിൻ്റെ 13-ാം വാക്യം, 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ വിളി എത്രയോ പ്രധാനപ്പെട്ട ഒരു സ്വതന്ത്രനായിട്ട് ദൈവത്തിന് വേണ്ടി ഈ സാത്താൻ്റെ അനുസരണത്തിൽ ജീവിച്ചിരുന്ന, അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന, ദൈവത്തോട് യാതൊരു ബന്ധമല്ല ജീവിച്ചിരുന്നവനെ കൂട്ടായ്മയിലേക്ക് വിളിച്ച് ഇനി ദൈവത്തിന് വേണ്ടി സ്വതന്ത്രനായിട്ട് ജീവിക്കണം. ഇത് പല സഭകളിലും നമ്മൾ കാണുന്നില്ല. അവർ ദൈവത്തിന് വേണ്ടി സ്വതന്ത്രമായിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാറില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മൾ വിളിച്ച്, അതുകൊണ്ട് നമ്മൾ ഈ അടിമനൂഹത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ആരുടെയും അടിമകളല്ല, പാസ്റ്ററുടെ അടിമയല്ല, മൂപ്പന്മാരുടെ അടിമയല്ല, നേതൃത്വങ്ങളുടെ അടിമയല്ല. നമ്മൾ ദൈവത്തിൻ്റെ അടിമകൾ മാത്രമാണ്. കാരണം അത് നമ്മുടെ സൃഷ്ടാവായതുകൊണ്ടാണ്. ഒരു സ്വാതന്ത്ര്യനായിട്ട് നമ്മളെ വിളിച്ചു എന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ ഗലാത്യർ 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യനെ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സ്നേഹിക്കും. അതിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ, സേവിക്കാൻ, സഹോദരന്മാരെ സ്നേഹിക്കാൻ, സേവിക്കാൻ, ലോകത്തെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുക, അവരുടെ നിത്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തുക. അവർ തീരുമാനിക്കട്ടെ അത് വിശ്വസിക്കണ്ടേ എന്നുള്ളത്. ഇന്ന് പലരും വിശ്വസിക്കാതിരിക്കാൻ കാര്യം അവർ ഭീരുക്കളാണ്, പേടിയാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം അതിൻ്റെ അവസാന ഭാഗത്ത് 21-ാം അധ്യായമാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നരകത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക്, തീച്ചൂളയിലേക്ക് എറിയപ്പെടുന്നവർ, അവരെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവർ ഭീരുക്കളാണ്. കവേർഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഭീരുക്കൾ. ദൈവത്തെ മനസ്സിലാക്കി അവൻ്റെ ശക്തിയും സ്നേഹവും മനസ്സിലാക്കാതെ ഭീരുക്കളായിട്ട് ജീവിക്കുക മനുഷ്യന് ഭയമാണ്, സമൂഹത്തെ ഭയമാണ്, ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരാനുള്ള ഭയം. ഇന്നും അടിമത്തം മാത്രം അതിൽ സന്തോഷിക്കുന്ന, അതിലായിരിക്കുന്ന, സാത്താൻ്റെ വഴികളെയും അനുസരിച്ച് നടക്കാനാണ് അവർക്ക് ഇഷ്ടം.
അതുകൊണ്ട് നമ്മൾ ഭീരുക്കളാകരുത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ വിളിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം ഓഫ് കോഴ്സ് നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മുടെ പാപസ്വഭാവത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് വേദം പറയുന്നത്. അതുപോലെ തന്നെ പ്രത്യാശയ്ക്കായി വിളിച്ചു. എഫേസ്യർ 4-ാം അധ്യായത്തിന് 4-ാം നിങ്ങൾ വായിച്ച വേദഭാഗമാണ്. അത് ഒന്നുകൂടി വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അതിനകത്ത് നിങ്ങൾ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, അങ്ങനെ എല്ലാം ഒന്ന് പറയുകയാണ്. നമ്മൾ പ്രത്യാശയ്ക്കായിട്ട് വിളിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യാശ ഇല്ല എങ്കിൽ നാളെയെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, നമ്മളെ അടക്കും, അതിനുശേഷം എന്ത് സംഭവിക്കും, നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, അതില്ലാത്തൊരു ജീവിതമാണ് നമ്മൾ നയിച്ചത്. അത് നമ്മൾ ഓർത്തുകൊള്ളണം. എന്നാൽ ആ പ്രത്യാശയിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുകയാണ്. ഹോപ്പ്, പ്രത്യാശ എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവവചനത്തിൽ ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് കർത്താവ് തന്നെ അതിൻ്റെ വായോണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് മരണമല്ല നമ്മുടെ അവസാനം. മരിക്കുന്ന ആ നിമിഷം നാം ജീവിക്കുകയാണ്, കർത്താവിനോട് കൂടെ ജീവിക്കുകയാണ് എന്നുള്ളത്. അതാണ് അപ്പോൾ നമ്മൾ വിളിച്ചതിൻ്റെ ഒരു പ്രധാന ഒന്ന് സ്വാതന്ത്ര്യമാണ്. രണ്ടാമത് പ്രത്യാശയ്ക്കായി വിളിച്ചു. കൊളോസ്യ ലേഖനം 3:15 വായിക്കുമ്പോൾ നമ്മൾ സമാധാനത്തിനെ വിളിച്ചിരിക്കുന്നു. ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് കിട്ടാത്തൊരു കാര്യം സമാധാനമാണ്. അത് ഏതൊരു ബന്ധത്തിൽ നോക്കിയാലും അസമാധാനമാണ് ഇന്ന് നമുക്കതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക്, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത് നമുക്ക് സമാധാനത്തിന് വേണ്ടിയാണ്. പീസ് എന്നുള്ളൊരു ആശയമാണ്. കൊളോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം അതിപ്രകാരമാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരുപ്പിൻ. നമ്മൾ എന്തിനാണ് ദൈവം വിളിച്ചത്? എന്തുകൊണ്ട് സുവിശേഷത്തിൽ വിളിക്കുന്നു? എന്നാൽ പുത്രൻ്റെ കാൽവര്യ മരണത്തോടുള്ള ബന്ധം, പുനരുദ്ധാനത്തിൽ ബന്ധം നമ്മൾ വിളിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് സമാധാനം. കർത്താവ് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലൊരു സമാധാനമല്ല. ഈ ലോകം അത് സമാധാനം ഒരിക്കലും നിങ്ങൾക്ക് നൽകുകയില്ല. എന്നാൽ ഈ സമാധാനത്തിലേക്ക് ദൈവമായിട്ടുള്ള, നമ്മൾ പണ്ട് ശത്രുക്കളായിരുന്നു, ഇപ്പോൾ നമ്മൾ സമാധാനമുള്ളവരായിരുന്നു. ആ ശത്രുത്വം പോയി, നമ്മളിന്ന് മിത്രങ്ങളായി. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ നമ്മൾ വിളിച്ചിരിക്കുക. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ വിളിച്ചതിൻ്റെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ വിളിച്ചത്? സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ആരുടെ കൂട്ടായ്മ? ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ആ മാതൃക ഒരു മാതൃക നമുക്ക് ദൈവം വെച്ചേച്ച് പോയിരിക്കുകയാണ്. അവിടെ പിന്നെ എഴുതിയിട്ടുണ്ട്, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ല, ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണി പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഭരമേൽപ്പിക്കത്ര ചെയ്ത് നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റിയൊഴി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഇതാണ് കാൽവരി ക്രൂശിൽ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പാത നമ്മൾ പിന്തുടരണം. ഈ പാത നമ്മൾ പിന്തുടരുന്നത് രക്ഷിക്കപ്പെടാനോ പാപക്ഷമയ്ക്കോ നിത്യജീവൻ വയ്ക്കാനോ അല്ല എന്നുള്ളത് ഓർപ്പിക്കണം. പല സഭകളും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മളിങ്ങനെ കർത്താവിനെ പോലെ ദുഃഖവെള്ളിയാഴ്ച അവനെ പോലെ ക്രൂശിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നില്ല. അവൻ ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ അസാധ്യമാണ്. നമുക്ക് പകരക്കാരനാവാൻ സാധിക്കില്ല. നമുക്ക് നമ്മുടെ തന്നെ പകരക്കാരനാവാൻ പറ്റുന്നില്ല.
അത് യേശു ക്രിസ്തുവിന് മാത്രമുള്ളൂ. അതുകൊണ്ട് ഈ അവൻ്റെ മാതൃക എന്നുള്ളത് അത് ഒരുപാട് ദുരുപദേശങ്ങളിലും അത് മാത്രം പിന്തുടരുന്ന ഒരുപാട് സഭകളുമുണ്ട്. ഞാനത് അവരുടെ പേരുകളെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾക്ക് അത് ചിലപ്പോൾ വിഷമമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പേര് ഞാൻ പറയുന്നത്. എന്നാൽ ഈ മാതൃക എന്നുള്ളത് കർത്താവിൻ്റെ മാതൃക, നമ്മൾ രക്ഷിക്കപ്പെട്ട് നിത്യജീവനം പ്രാപിച്ച് ദൈവമായിട്ട് കൂട്ടായ്മയിൽ വിളിച്ച നാം എല്ലാവരും അവൻ്റെ കാൽച്ചുവടുകൾ. അതെങ്ങനെ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു ക്രിസ്ത്യാനിയ എന്നുള്ള അഭിമാനത്തോടെ ജീവിക്കുമ്പോൾ, സമാധാന സന്തോഷം ജീവിക്കുമ്പോൾ ഒരുപാട് എതിർപ്പുകളുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു മാതൃകയാണ് അവൻ ശകാരിച്ചു, അവൻ മിണ്ടാതിരുന്നു എന്നുള്ളത്. അവസാനമായിട്ട് ഞാനിതിൽ നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമാണ്. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അത് ഇപ്രകാരമാണ് വായിക്കുന്നത്: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മൾ എന്തിനു വേണ്ടിയാണ് ദൈവം വിളിച്ചത്? ശാപത്തിന് വേണ്ടിയാണോ? നമ്മളെ തന്നെ ബലിയർപ്പിക്കാനാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. വേദവസം പറയുന്നത് അങ്ങനെയാണ്. അനുഗ്രഹത്തിന് വേണ്ടി, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. ഇന്ന് പല ക്രിസ്തീയ ഡിനോമിനേഷനുകളിലും മതശാഖകളിലും അനുഗ്രഹം അനുഭവിക്കുക എന്നുള്ളത് വളരെ വിചിത്രമാണ്. അവർക്ക് അവരുടെ അറിയാത്ത ഒരു വിഷയമാണ്. നമ്മൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വേണ്ടിയാണ്. അത് സാമ്പത്തികം മാത്രമല്ല, അത് ദാമ്പത്യം മാത്രമല്ല, നമ്മുടെ സാമൂഹിക ജീവിതം മാത്രമല്ല, അതിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഒന്നാമത് ദൈവത്തെ അറിയുക, ദൈവമായിട്ട് കൂട്ടായ്മയിലേക്ക് വിളിച്ചവൻ, ആ വിളി കേട്ടു, അത് നമ്മൾ സ്വീകരിച്ചു, അത് വിശ്വസിച്ചു എന്നുള്ളതെല്ലാം എത്രയോ അനുഗ്രഹമാണ്. അതുമാത്രമല്ല, നിത്യമായ പ്രത്യാശ, കർത്താവ് വരും, അവൻ രാജ്യം സ്ഥാപിക്കും, അവനോടുകൂടെയുള്ള നമ്മളുടെ സഭയുടെ ജീവിതവും പ്രമാണങ്ങളും എല്ലാം എത്രയോ അനുഗ്രഹീതമാണ്. അങ്ങനെ വലിയ ഒരു വിളിയുടെ അടിസ്ഥാനത്തിൽ അതെന്തിനു വേണ്ടിയാണ് വിളിച്ചത്? സ്വാതന്ത്ര്യം, പ്രത്യാശ, സമാധാനം, അനുഗ്രഹം അനുഭവിക്കുക എന്നുള്ള ഇതാണ് ആ വിളിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആ വിളി കേട്ട് അത് വിശ്വസിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം നാം ആരംഭിക്കുമ്പോൾ അതിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അല്പമായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ദൈവം സഹായിക്കാനുണ്ടായത്. അതുകൊണ്ട് സ്വാതന്ത്ര്യം, പ്രത്യാശ, സമാധാനം, അനുഗ്രഹം അനുഭവിക്കാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ അനുഗ്രഹീതമായ പദ്ധതിക്കായിട്ട് നിൻ്റെ പുത്രനിൽ കേന്ദ്രീകരിച്ചുള്ള, കാൽവരി മരണത്തിൽ കേന്ദ്രീകരിച്ചുള്ള, അവൻ്റെ പുനരുദ്ധാനത്തിൽ കേന്ദ്രീകരിച്ചുള്ള വിളിയും പ്രത്യാശയും ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മ ഞങ്ങളെ സഹായിക്കണമേ, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ, വിശ്വസിക്കുവാൻ, അവിടുത്തെ ഹിതപ്രകാരം അനുഗ്രഹത്തോടെ ജീവിക്കാനിടയാക്കണമേ. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയാകിയാൽ സ്വീകരിക്കണമേ, സ്വർഗീയ പിതാവേ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, അടുത്ത ആഴ്ച കേൾക്കാം, തുടരാം. ദൈവം സഹായിക്കട്ടെ.